ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സ്ഥിരമായിട്ട് വീഡിയോ കാണാൻ വരുന്നവരും സ്ഥിരം കമന്റ് ഇടുന്നവരും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടോ? കുറച്ച് വാർത്തകൾ എന്ന് പറയാനുണ്ട്. तो दुबई के प्रिंस ने मोदी जी को कहा कि हमारे लिए एक एहसान कर दो. बोले आपको क्या चाहिए? तो बोले 6 महीने के लिए नितिन गडकरी को दुबई के लिए एक्सपोर्ट कर दो. എന്ത് തള്ളാണ് മസ്സാരി, എന്ത് തള്ളാണ്. നിതിൻ ഗഡ്കരി പറയുന്നു, നിങ്ങൾക്കറിയാമോ ദുബായിലെ രാജകുമാരൻ ഹൈദരാബാദ് വന്നിരുന്നു. ഞാനും മോദിജി പിന്നെ നമ്മുടെ 2-3 മന്ത്രിമാരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നു. ദുബായ് രാജകുമാരൻ മോദിജിയോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കൊരു സഹായം ചെയ്യണം. മോദിജി ചോദിച്ചു, എന്താ ചെയ്യണ്ടേ? പറയൂ 6 മാസത്തേക്ക് നിതിൻ ഗഡ്കരിയെ ദുബായിലേക്ക് ഒന്ന് കയറ്റി അയക്കണം. പിന്നീട് ലീല ഹോട്ടലിൽ വെച്ച് അദ്ദേഹം വീണ്ടും എന്നെ കണ്ടു, വിളിപ്പിച്ചു, സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കാരണമാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ 7-8 വേൾഡ് റെക്കോർഡ് ഉള്ളത്. എന്റെ പൊന്ന് തമ്പുരാക്കന്മാരെ, ഇതൊക്കെ നേരാണോ തള്ളാണോ എനിക്കറിഞ്ഞൂടാ. സത്യം ദുബായ് രാജകുമാരനെ മാത്രം അറിയാം. എന്നാൽ എന്റെ സംശയം, ദുബായ് രാജകുമാർക്കൊക്കെ ഇത്രയും ദാരിദ്ര്യായോ? ഒരു സംഖ്യയെ കൊണ്ടുപോയിട്ട് റോഡ് പണിയിപ്പിക്കാൻ മാത്രമുള്ള എന്താണോ എന്തോ എനിക്കറിഞ്ഞൂടാ. രണ്ടാമത്തെ വാർത്ത, സംഖ്യകൾക്കൊരു സുവർണാവസരം, ഇസ്രായേലിൽ തൊഴിലവസരം എന്നതാണ്. ദ ടൈംസ് ഓഫ് ഇസ്രായേലിന് ഇന്റർവ്യൂ നൽകിയിരിക്കുകയാണ് നെതന്യാഹു. അതിൽ പറയാണ്, ലോകത്ത് ഇസ്രായേൽ ഒറ്റപ്പെട്ടു വരുന്നു. സ്വാഭാവികം അല്ല പിന്നെ, ഗസയിൽ വംശഹത്യ നടക്കുമ്പോ, കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോ എല്ലാവരും അങ്ങ് ചേർത്ത് പിടിക്കുമെന്ന് നെതന്യാഹു മോൻ കരുതിയോ? എന്നാൽ തെറ്റായിപ്പോയി. അദ്ദേഹം പിന്നെ പറഞ്ഞതാണ് ഞാൻ ഇതിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വാർത്തകളൊക്കെ ഇവർക്കെതിരാണ്, ലോകം മുഴുവൻ എതിരായി. ഈ ഒറ്റപ്പെടലിനെ നേരിടാൻ വേണ്ടി സാമൂഹിക മാധ്യമങ്ങളിലും പരമ്പരാഗത മാധ്യമങ്ങളിലുമൊക്കെ ഇൻഫ്ലുവൻസ് കൂട്ടണമെന്ന്. സംഘികളെ, നിങ്ങൾക്ക് ഉടനെ തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമാണ് വരുന്നത്. നിങ്ങൾക്ക് പറ്റിയ പണയാണ് നുണ പറയുക, ഇസ്രായേൽക്ക് ജയ് എന്ന് വിളിക്കുക. അത്ര ആകെയുണ്ട് എളുപ്പം. അപ്പൊ ഈ വാർത്തയുടെ തലക്കെട്ട് നമുക്കൊന്ന് മാറ്റാം. ഇസ്രായേൽ നേരിടുന്ന ആഗോള ഒറ്റപ്പെടലിനെ നേരിടാൻ ഇൻഫ്ലുവൻസർമാരെ തെറ്റി നെതന്യാഹു എന്നാക്കാം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ച് താനാണെന്ന് ട്രംപ് തള്ളി മറിച്ചുകൊണ്ട് നടക്കരുത്. എനിക്ക് നോബൽ സമ്മാനം തരൂ എന്ന് കരയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇന്ത്യ ഇത് അംഗീകരിക്കുന്നില്ലെങ്കിലും പാകിസ്ഥാൻ എങ്കിലും അംഗീകരിക്കുന്നുണ്ടാവും, അതിന്റെ ബലത്തിലായിരിക്കും പുള്ളി പറയുന്നത്. അല്ല, അവരും തള്ളിപ്പറഞ്ഞു. ട്രംപ് മൊത്തത്തിൽ ശശിയായി. പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദർ പറഞ്ഞത് ഇന്ത്യ ഒരു 3-ാം കക്ഷിയുടെയും മധ്യസ്ഥത അംഗീകരിച്ചിരുന്നില്ല എന്നാണ്. മോദിജിക്ക് അങ്ങനെ പാകിസ്ഥാന്റെ ഔദാര്യത്തിലെ മാനം തിരിച്ചിട്ടിരിക്കുകയാണ്. പറയാൻ മറന്നു, നമ്മുടെ മോദിജിയുടെ 75-ാം പിറന്നാളാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. പരമാവധി ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വത്തെ നശിപ്പിക്കാനും മതേതരത്തെ തകർക്കാനും ദൈവം അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ. ഇത്രയും നാള് ജീവിച്ചിരുന്നത് കൊണ്ടാണല്ലോ ഇത്രയും വൈകിയാണെങ്കിലും ഒന്ന് മണിപ്പൂരൊക്കെ സന്ദർശിക്കാൻ കഴിഞ്ഞ്. വെൽ ഡൺ മൈ ബോയ്. ഇനി പറയാനുള്ളത് സീരിയസ് ആയൊരു വാർത്തയാണ്. കേട്ട വിഷമമൊക്കെ വരും, വേണ്ടവര് മാത്രം കേട്ടാൽ മതി. എന്തായാലും പക്ഷെ എനിക്കിത് പറയണം. ഇതൊക്കെ കൂടിയാണ് ഇന്ത്യ എന്ന് എനിക്ക് ചരിത്രം പറഞ്ഞ് രേഖപ്പെടുത്തി തന്നെ പോകണം. ഒരു മാസം മുമ്പ് ഓഗസ്റ്റ് 9-നാണ് ഗുജറാത്തില് 15 വയസ്സുകാരിയായ സാനിയ അൻസാരി തൂങ്ങി മരിച്ചത്. അഹമ്മദാബാദിലെ ഗോമതിപൂരിലെ വീട്ടിലിരുന്ന് സാനിയ അൻസാരിയുടെ ഉപ്പ റിഫ ജഹാൻ വയറിനോട് സംസാരിക്കുകയാണ്. സഹോദരിയും 10 മാസം കൊണ്ട് അൻസാരിക്ക് നഷ്ടമായത് ആകെ കയ്യിലുണ്ടായിരുന്ന 15 ലക്ഷം രൂപ, അന്തസ്, നിയമത്തിലുള്ള വിശ്വാസം, പിന്നെ സ്വന്തം മകളുടെ ജീവനുമാണ്. ഹിന്ദുവായ അയൽവാസിയുടെ വീട് വാങ്ങിയതിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. വീട് 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. 2024 ഡിസംബറിൽ തന്നെ പണം മുഴുവൻ നൽകുകയും ചെയ്തു. എന്നാൽ വാങ്ങിയ വീടിന്റെ കൈമാറ്റം നടക്കുന്നതിന് മുമ്പേ വീട് വിറ്റ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു. അനുശോചനം, വാലായ്മ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവരുടെ മകൻ ഈ വീട്ടിലേക്ക് താമസം മാറി. അതോടെ കച്ചവടത്തിന്റെ പേരിൽ വലിയ തർക്കമായി. തർക്കത്തിലുള്ള ഈ വീട് അൻസാരി ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടു മുന്നിലാണ്, അതിർത്തിയാണ്. അയൽക്കാരായതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പേരിൽ പണം ആദ്യം നൽകിയത്. അതുകൊണ്ട് കിടക്കപ്പുറതി ഇല്ലാതായി. വേദന, അപമാനം, പ്രാദേശിക ഹിന്ദുത്വ സംഘങ്ങളുടെ ഭീഷണി, ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അൻസാരിയും കുടുംബവും എത്തി. അൻസാരി തനിക്ക് വീട് വിറ്റ സുമൻ സൊനാഡ്വേയോട് വീട് കൈമാറ്റത്തെക്കുറിച്ച് ചോദിച്ചു. എന്നാൽ വീടിന്റെ വില മുഴുവൻ കൈപ്പറ്റിയിട്ടും സുമൻ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അൻസാരിയിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. അതേസമയം മകൻ പുതിയൊരു തിയറിയുമായിട്ട് എത്തി. പുതിയ നിയമം, ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് പ്രകാരം ഈ കരാർ നിലനിൽക്കില്ലെന്നും അത് റദ്ദാക്കുമെന്നും പറഞ്ഞ് സുമന്റെ മകൻ ദിനേശ് അൻസാരിയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പിന്നീട് അത് കയ്യാങ്കളിയിലെത്തി. 2025 ആഗസ്റ്റ് 7-ന് അടുത്തുള്ള ഹിന്ദുത്വ യുവാക്കളുടെ നേതൃത്വത്തിൽ ദിനേശ് എത്തി അൻസാരിയുടെ വീട്ടിലേക്ക് പാഞ്ഞു വന്ന് അയാളുടെ 15 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ സാനിയെ മുടി പിടിച്ചു വലിച്ചു, തൊഴിച്ചു, മർദ്ദിച്ചു, അടിച്ചു. ഈ കുട്ടി വളരെ വിഷമത്തിലായി. ഞങ്ങളെ ആരും സഹായിക്കാനോ രക്ഷിക്കാനോ വരുന്നില്ലെന്ന് കണ്ട് മനം മടുത്താണ് അവൾ സ്വയം ജീവനെടുക്കിയെന്ന് സഹോദരി റിഫത്ത് ജഹാൻ
വയറിനോട് പറയുന്നുണ്ട് ഈ അഭിമുഖത്തിൽ. സാനിയയ്ക്ക് നേരെ നടന്ന ഈ ആക്രമണത്തിന് 2 ദിവസം കഴിഞ്ഞ് അവൾ തന്റെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി. തന്റെ മാതാപിതാക്കളുടെ പണം തട്ടിയെടുത്ത് വീട് നൽകാതെ അവരെ മാസങ്ങളായി കഷ്ടപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഈ കുറിപ്പില് സാനിയ എഴുതിയത്. അതിൽ വീട് വിറ്റവരടക്കം 4 പേരെ കുറിച്ച് പേരെടുത്ത് തന്നെ പരാമർശമുണ്ട്. എന്റെ വീട്ടിൽ കഴിഞ്ഞ 10 മാസമായി സന്തോഷമില്ല, കരച്ചിലും പിഴിച്ചിലും വഴക്കും വക്കാണവും മാത്രം. ഇവര് കാരണം ഞങ്ങളുടെ സന്തോഷമെല്ലാം പോയി. സാനിയ തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് പ്രതികൾ ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. അവള് ആരും ഞങ്ങളുടെ സഹായത്തിന് വന്നില്ല, പോലീസില്ല, നാട്ടുകാരില്ല, ആരുമില്ല എന്ന് പറഞ്ഞ് അവള് ആത്മഹത്യ ചെയ്തു. ഈ തർക്കത്തിന്റെ കേന്ദ്രബിന്ദു 1991, അതായത് 40 വർഷം മുമ്പ് ഗുജറാത്ത് സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമമാണ്. വർഗീയ സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പെട്ടെന്നുള്ള ഭൂമി ഇടപാടുകൾക്ക് തടയിടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട്. ഈ നിയമപ്രകാരം 2 മതത്തിലുള്ളവർ, അതുകൊണ്ടാണ് ഞാൻ ഹിന്ദു കുടുംബം എന്ന് ആദ്യം പറഞ്ഞത്, തമ്മിൽ കച്ചവടം നടത്തുമ്പോൾ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് മുൻകൂർ അനുവാദം വേണമത്രേ. എന്നാൽ ഇത്തരത്തിലുള്ള ഹിന്ദു മേധാവിത്വമുള്ള ഏരിയകളിലേക്ക് മുസ്ലിം കടന്നുകയറ്റം കുറയ്ക്കാനുള്ള ഒരു ആയുധമാണിതെന്ന് വിമർശകർ പറയുന്നുമുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. സാനിയ അൻസാരിയുടെ കാര്യത്തിൽ ഈ വീട് വാങ്ങിയത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതാകുമെന്നാണ് ദിനേശ് ഇവരെ ഭീഷണിപ്പെടുത്തിയത്, അയൽവാസി പണം വാങ്ങിയതിനു ശേഷം. അതുകൊണ്ട് തന്നെ പോലീസിനെ അറിയിക്കാനും നടപടിക്ക് പോകാനും ആദ്യം കുടുംബം പേടിച്ചുപോയി. മറ്റേ കുടുംബത്തിന് ഇവരെ കൂടുതൽ ഭീഷണിപ്പെടുത്താൻ ഈ നിയമം സഹായകരമാവുകയും ചെയ്തു. സാനിയയുടെ കേസ് നോക്കിയ സാമൂഹ്യ പ്രവർത്തകനായ കലീം സിദ്ദിഖി ദി വയറിനോട് പറയുന്നുണ്ട്, അശരണരായവർക്ക് തുണയാകാതെ നിയമം അവർക്ക് മുന്നിൽ എല്ലാ വഴികളും നിരാകരിക്കുകയാണ് ചെയ്ത്. മുസ്ലിങ്ങള് മറ്റിടങ്ങളിൽ അവകാശം സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ നിയമം. ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കും, പക്ഷെ എവിടെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല എന്നതാണ്. കഴിഞ്ഞ 1 മാസമായി സാനിയയുടെ കുടുംബം കടന്നു പോകുന്നത് അതികഠിനമായ മനോവേദകളിലൂടെയാണ്. തങ്ങളുടെ സ്വപ്നമായിരുന്ന വീട് കൺമുന്നിൽ ദുസ്വപ്നം പോലെ നിൽക്കുകയാണ്. കയ്യിലാകെയുണ്ടായിരുന്ന പണം പോയി. സാനിയയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളിൽ കേസെടുക്കാൻ ആ കുടുംബം പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി നടക്കാണ്. മകളുടെ ജീവനും പോയി, മാനവും പോയി. മർദ്ദനത്തിന്റെ CCTV ഫുട്ടേജ് ഉണ്ട്, ആത്മഹത്യാ കുറിപ്പുണ്ട്. പക്ഷെ ലോക്കൽ പോലീസ് കേസെടുക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. സാനിയയുടെ മരണം ഒരു അപകടമാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ഫോറൻസിക് വിദഗ്ധരുടെ റിപ്പോർട്ട് വേണമെന്നുമാണ് പോലീസ് പറയുന്നത്. പിന്നീട് പോലീസ് കമ്മീഷണർ GS മാലിക്കിന്റെ ഇടപെടലിനെ തുടർന്ന് ഈ പ്രായപൂർത്തിയാവാത്ത കൊച്ചു പെൺകുട്ടിയുടെ മരണത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തു. ആദ്യത്തെ FIRൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വൈകിയെത്തിയ നടപടി അവരെ കൂടുതൽ പേടിപ്പിക്കുന്നു, ഞങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവര് വിഷമം തന്നെയാണ് ഈ വയറിനോട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ നിസ്സഹായരാണ്, ആശയറ്റവരാണ്. സഹോദരി സംസാരിക്കുന്നുണ്ട്, റിഫത്ത് എന്ന് പറഞ്ഞിട്ട്. ഗോമതിപൂർ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. വർഷങ്ങളായി നിരവധി സിവിൽ അവകാശ സംഘങ്ങൾ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ടിന്റെ പേരിൽ എത്രയോ മുസ്ലിങ്ങളെ പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ നിന്ന് തടയുന്നുവെന്ന് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പുതിയ പരാതികൾ ഉയരുന്നു. അഹമ്മദാബാദ് സംഭവം അടിവരയിടുന്ന 2 തെറ്റുകൾ. ഒന്ന്, ന്യൂനപക്ഷ കുടുംബങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ പോലീസ് ഇടപെടുന്നില്ല. കൂടാതെ ഗുജറാത്തിലെ വസ്തു സംബന്ധമായ നിയമങ്ങളിലെ സാങ്കേതികത്വം. FIRകൾ കോടതി വഴി മുന്നോട്ട് പോയാലും അൻസാരിയുടെ കുടുംബത്തിനുണ്ടായ വൈകാരികമായ നഷ്ടങ്ങൾ ഈ പെൺകുട്ടിയൊന്നും തിരിച്ചു കിട്ടില്ല. സാനിയുടെ കത്തിൽ പ്രാദേശിക പ്രതിഷേധമുയർന്നപ്പോൾ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് നിയമത്തിൽ സമഗ്രമായ മാറ്റം വേണമെന്ന് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല. ഈ നിയമം ശരിക്കൊരു രാഷ്ട്രീയ ആയുധമാണ്. നിലവിലുള്ളിടത്തോളം സാധാരണക്കാര് ഭയത്തിന്റെ നിഴലിൽ കഴിയും. ഒരു വീടെന്ന സ്വപ്നം അവരിൽ നിന്ന് വളരെ അകലെയായിക്കൊണ്ടിരിക്കും. നിലവിലെ ഭരണ സംവിധാനം, പ്രാദേശിക സംഘടനകൾ ആ നിയമത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നു, വിയോജിപ്പുകൾ അടിച്ചമർത്തുന്നു, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ ഇല്ലാതാക്കുന്നു. നിയമപരമായി ഒരു വീട് വാങ്ങിയ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ ഒരു കുഞ്ഞിനെ മർദ്ദിച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് ഹിന്ദുത്വ മേൽക്കോയ്മയുടെ ഒരു ഉദാഹരണമാണെന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് താമസം മാറ്റുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ഭൂമി കച്ചവടം തടയുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് ഇപ്പോൾ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ഉപയോഗിക്കുന്നുവെന്നും പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസിന്റെ ദേശീയ സെക്രട്ടറിയായ പ്രസാദ് ചാക്കോ വയറിനോട് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇപ്പൊ തന്നെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ വീണ്ടും വീണ്ടും പാർശ്വവൽക്കരിക്കാനാണ് ഈ നിയമം ഉപകാരപ്പെടുന്നുള്ളൂവെന്നും ഗുജറാത്തിലെ ന്യൂനപക്ഷ കോർഡിനേഷൻ കമ്മിറ്റി പറയുന്നു. ഇതുപോലെ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിച്ച്, അധികുവൽക്കരിച്ച് ആശയങ്ങളുടെയും ചിന്താധാരകളുടെയും തുറസുകളുടെയും ഒരു ലോകം തന്നെ സമൂഹത്തിന് നഷ്ടപ്പെട്ട് അവര് ആട്ടിയോടിക്കുകയാണ് പൊതുസമൂഹത്തിൽ നിന്ന്. BJP ഭരണത്തിൽ വന്നതോടെ മുസ്ലിങ്ങളെ ഹിന്ദു പ്രദേശങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുന്ന ഡിസ്റ്റർബ്ഡ് ഏരിയ ആക്ട് അതിനെപ്പറ്റി ആയുധമാകുന്നു. സോഷ്യൽ ഫാബ്രിക് ഒന്നും ഇവരെ ബാധിക്കുന്നില്ല. ഇതൊക്കെ എന്നേ തകർന്നു പോയിരിക്കുന്നു എന്നാണ് അഹമ്മദാബാദിലെ സംഭവം പറയുന്ന. ഇതാണ് അതിന്റെ ഒരു തെളിവെന്ന് മൈനോറിറ്റി കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ മുജാഹിദ് നവീസ് പറയുന്നു. ഇതൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്.
ഇങ്ങനത്തെ വാർത്തകൾ നമ്മൾ ഇടയ്ക്കൊക്കെ പരസ്പരം പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും നമ്മൾ ആരാണെന്ന്, നമ്മൾ എവിടെ ജീവിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു സഹജീവിയുടെ വേദന പരസ്പരം പറഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് മനുഷ്യരാണല്ലേ. ഇങ്ങനത്തെ ഒരു നിയമത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ബാക്കി നാളെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.